പേവിഷബാധയേറ്റ് ഇന്ന് പുലർച്ചെയും ഒരു കുഞ്ഞുകൂടി മരിച്ചു. കൊല്ലം സ്വദേശി 7 വയസ്സുകാരി നിയ ഫൈസലിന്റെ വിയോഗ വാർത്താ ദൃശ്യങ്ങൾ നെഞ്ചുവിങ്ങാതെ തൊണ്ടയിടറാതെ ഒരാൾക്കും കണ്ടു നിൽക്കാനാകില്ലായിരുന്നു. ഇക്കഴിഞ്ഞുപോയ ഒരു മാസം ഇതേ ദുരന്ത വാർത്തയുടെ തനിയാവർത്തനം 3 തവണയാണ് സംഭവിച്ചത്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് 3 കുഞ്ഞുങ്ങളുടെ പ്രാണൻ പൊലിഞ്ഞു. പത്തനംതിട്ടയിലെ ഭാഗ്യലക്ഷ്മി, മലപ്പുറത്തെ സിയയും, ഒടുവിൽ ഇന്ന് കൊല്ലം പുനലൂരിൽ നിയയും. കെട്ടിടം പണിക്കെത്തിയ ജോലിക്കാർക്ക് വെള്ളം നൽകാനായി പോകവെയാണ് നിയയെ തെരുവുനായ ആക്രമിച്ചത്. 26 ദിവസത്തെ സഹനത്തിനൊടുവിൽ നാടിന്റെ ആകെ തീരാ നോവായി അവൾ മടങ്ങി. പൊതുദർശനത്തിന് പോലും വയ്ക്കാതെ നിയയുടെ മൃതദേഹം നേരിട്ട് കബറടക്കുകയായിരുന്നു. ക്വാറന്റൈൻ പ്രോട്ടോകോൾ പ്രകാരം സംസ്കാര ചടങ്ങുകളിൽ മാതാപിതാക്കൾക്കോ സഹോദരനോ പോലും കുട്ടിയെ അവസാനമായി ഒന്ന് അടുത്തു കാണാൻ പോലുമായില്ല. ഈ വർഷം ഇതുവരെ ആകെ 14 പേരാണ് കേരളത്തിൽ പേവിഷബാധയേറ്റ് മരിച്ചത്. ഇതിലേറെയും വാക്സിൻ എടുത്തവരും. എന്തുകൊണ്ടാണ് ഈ ദുരന്തം ആവർത്തിക്കുന്നത്? കടുത്ത ഈ സങ്കടത്തിന്റെ സമയത്ത് വാക്സിൻ വിരുദ്ധതയുടെ വർത്തമാനങ്ങളെ നമുക്ക് പ്രതിരോധിക്കേണ്ടതായുമുണ്ട്. വിശദമായി നമുക്ക് പരിശോധിക്കാം. നിയയുടെ വിയോഗ വാർത്തയുടെ RDX ആപ്പാണ് ആദ്യം. അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. കഴിഞ്ഞ മാസം 8-ാം തീയതി വീട്ടുമുറ്റത്ത് വെച്ചാണ് 7 വയസ്സുകാരി നിയ ഫൈസലിനെ തെരുവുനായി കടിച്ചത്. കയ്യിൽ ഗുരുതരമായി മുറിവേറ്റ കുട്ടിയെ കൊല്ലം വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ 2 ഡോസ് വാക്സിൻ കുട്ടിക്ക് നൽകിയിരുന്നു. പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ ആദ്യം കൊല്ലത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് തിരുവനന്തപുരം SAT ആശുപത്രിയിലെത്തിച്ചു. വിഷബാധ മൂർച്ഛിച്ച് നില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് കുട്ടിയുടെ ജീവൻ നഷ്ടമായത്. നിയയുടെ കൈഞ്ഞരമ്പിന് കടിയേറ്റിരുന്നു. വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങും മുമ്പേ വൈറസ് തലച്ചോറിൽ എത്തിയിരിക്കാമെന്നും ആശുപത്രിയിലെത്തുമ്പോൾ തന്നെ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും SAT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S ബിന്ദു പറഞ്ഞു. RDX ന്യൂസ് മലയാളം. നായകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും നമ്മളെ പേടിപ്പിക്കുന്ന കണക്കുകളാണ് ഇന്നിപ്പോൾ കേരളത്തിൽ. 2025 ഇതുവരെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 14 പേരാണ്. ഏപ്രിലിൽ മാത്രം പേവിഷബാധയേറ്റ് 6 മരണങ്ങളുണ്ടായി. ഒരു മാസത്തിനിടയ്ക്ക് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുട്ടികളാണ്. ഏപ്രിൽ 9 മരിച്ചത് പത്തനംതിട്ട സ്വദേശിയായ 13-കാരി ഭാഗ്യലക്ഷ്മി. ഏപ്രിൽ 29 മലപ്പുറം സ്വദേശി 6 വയസ്സുകാരി സിയ ഫാരിസ് മരിച്ചു. ഇന്ന് മരിച്ചത് കൊല്ലം സ്വദേശിനിയായ 7 വയസ്സുകാരി നിയ ഫൈസൽ. ഈ വർഷം ഇതിനകം നായയുടെ കടിയേറ്റ് ചികിത്സ തേടിയെത്തിയത് 1 ലക്ഷത്തിലേറെ പേരാണ്. 2024 നായകടി ഏറ്റതിന് ചികിത്സ തേടിയത് 3,16,000 പേർ. വാക്സിൻ ഫലപ്രദമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ സജീവമായി വാക്സിനെതിരെയുള്ള പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. നാഡിയിലൂടെ സഞ്ചരിച്ച് തലച്ചോറിലെത്തുന്നതാണ് റാബീസ് വൈറസിന്റെ സ്വഭാവം. നാഡിയിലേക്ക് നേരിട്ട് വൈറസ് കയറുന്ന മുറിവാണെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. മുറിവേൽക്കുന്ന ഭാഗം, മുറിവിന്റെ ആഴം എന്നിവ ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാണ്. കുട്ടികൾക്ക് ഉയരം കുറവായതിനാൽ കടി കിട്ടുന്നത് തല, മുഖം അടക്കമുള്ള ഭാഗങ്ങളിലാണ്. വൈറസ് ഉടനടി തലച്ചോറിലേക്ക് പ്രവേശിക്കാൻ ഇത് ഇടയാക്കും. വാക്സിന്റെ പ്രതിരോധം പ്രവർത്തിച്ചു തുടങ്ങും മുമ്പ് തന്നെ വൈറസ് സജീവമാകുകയും ചെയ്യും. അതാണ് കുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ അപാകതയുണ്ടായിട്ടുണ്ടോ? വാക്സിൻ സൂക്ഷിക്കുന്നതിലും കുത്തിവയ്ക്കുന്നതിലും ഉയർന്ന ജാഗ്രത വേണം. വാക്സിൻ സൂക്ഷിക്കുന്നതിൽ 2 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉറപ്പാക്കണം. ഇമ്മ്യൂണോഗ്ലോബുലിൻ മാംസഭാഗത്ത് തങ്ങി നിൽക്കുന്നത് പോലെ എടുക്കണം. കുത്തിവയ്ക്കുമ്പോൾ സൂചി ചർമ്മം കടന്ന് ആഴത്തിൽ പോയാൽ ഫലം കാണില്ല എന്നാണ് ശാസ്ത്രീയമായി ഇതേക്കുറിച്ച് പറയുന്നത്. കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം 1-2 10-17 ലക്ഷം പട്ടികൾക്കിടയിലാണ് നമ്മൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യം, കടിയേറ്റ ഉടൻ പ്രഥമ ശുശ്രൂഷ വൈറസ് ബാധ തടയുന്നതിൽ നിർണായകമാണ്. കടിയേറ്റ ഭാഗം പൈപ്പ് തുറന്നിട്ട് 15 മിനിറ്റോളം സോപ്പ് ഉപയോഗിച്ച് കഴുകണം. പരമാവധി സോപ്പ് കട്ട ഉപയോഗിച്ച് തന്നെ മുറിവ് കഴുകാൻ ശ്രമിക്കണം. മുറിവ് നന്നായി കഴുകുന്നത് വൈറസിനെ പുറത്ത് കളയാൻ സഹായിക്കും. ശേഷം ബീറ്റാഡീൻ പോലെയുള്ള അണുനാശിനി മുറിവിലേക്ക് ഒഴിക്കണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചിലച്ചാറുകൾ തുടങ്ങിയവ ഒന്നും മുറിവിൽ പുരട്ടരുത്. ഇത്രയും ചെയ്തതിന് ശേഷം ചെറിയ മുറിവാണെങ്കിൽ പോലും വൈദ്യസഹായം തേടണം. മുറിവ് കെട്ടാനോ ബാൻഡേജ് ഇടാനോ പാടില്ല. തുറന്നു തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ ആന്റി റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ് എടുക്കണം. ആദ്യ 2 ആഴ്ചയിലെ സംരക്ഷണത്തിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓരോ മുറിവിലും കുത്തിവയ്ക്കണം.
അവസാന ഘട്ടമാണ് വാക്സിനേഷൻ. 2 ആഴ്ചയ്ക്ക് ശേഷമേ വാക്സിൻ പ്രതിരോധം നൽകൂ. കൃത്യമായ ഇടവേളകളിൽ തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കാനും ശ്രദ്ധിക്കണം. നായ, പൂച്ച, എലി, അണ്ണാൻ തുടങ്ങി ഏത് മൃഗവും മാന്തിയാലും നക്കിയാലും കടിച്ചതായി പരിഗണിക്കണം. ഇതുവരെ പറഞ്ഞ എല്ലാ മുൻകരുതൽ നടപടികളും ഇക്കാര്യത്തിലും എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വളർത്തുമൃഗങ്ങളെയും നമ്മൾ സൂക്ഷിക്കണം. വളർത്തു നായയ്ക്കും പൂച്ചയ്ക്കും 3 മാസം പ്രായമെത്തുമ്പോൾ ആദ്യ വാക്സിൻ എടുക്കണം. 4 ആഴ്ചയ്ക്ക് ശേഷം ബൂസ്റ്റർ കുത്തിവയ്പ് നൽകണം. വർഷാവർഷം പ്രതിരോധ കുത്തിവയ്പ് ആവർത്തിക്കണം. വളർത്തുമൃഗങ്ങൾക്ക് പുറമേ നിന്നുള്ള മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക തന്നെ വേണം. മനുഷ്യർക്ക് 3 ഡോസായി പ്രീ എക്സ്പോഷൻ റാബിസ് വാക്സിൻ എടുക്കാം. അതായത് മുൻകൂട്ടി നമുക്ക് പ്രതിരോധ വാക്സിൻ എടുക്കാമെന്ന്. ഇത് ശരീരത്തിൽ ആന്റിബോഡികൾ ഉണ്ടാകുന്നതിന് സഹായിക്കും. കുട്ടികൾക്കെങ്കിലും പ്രീ എക്സ്പോഷറായി വാക്സിൻ എടുക്കുന്നത് ഗുണം ചെയ്യും. ഇതിനു ശേഷം കടിയേറ്റാലും കൃത്യമായ ചികിത്സാ രീതികൾ കൂടി പിന്തുടരണം. ഇതിനെ കർക്കശമായ ABC നിയന്ത്രണം ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള ഏക മാർഗം വന്ധ്യംകരണമാണ് തൽക്കാലത്തെ നിയമ സാഹചര്യത്തിൽ. വന്ധ്യംകരണത്തിനുള്ള കേന്ദ്രത്തിന്റെ വ്യവസ്ഥകൾ കർശനമാണ്. സംസ്ഥാനങ്ങൾക്ക് പരിമിതിയുണ്ട് എന്നാണ് തദ്ദേശ മന്ത്രി MB രാജേഷ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന വന്ധ്യംകരണ സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വന്നു. ABC വ്യവസ്ഥ പ്രകാരം വന്ധ്യംകരണത്തിന് AC ഓപ്പറേഷൻ തിയേറ്റർ നിർബന്ധമാണ്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ മാത്രമേ ശസ്ത്രക്രിയ ചെയ്യാവൂ എന്നും പറയുന്നു. ഒരാഴ്ച ശുശ്രൂഷിച്ച് ഇൻഫെക്ഷൻ ഇല്ലെന്ന് ഉറപ്പാക്കി നായയെ പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവിടുകയും വേണം. ഇത്തരം വ്യവസ്ഥകളെല്ലാം പാലിച്ചില്ലെങ്കിൽ വന്ധ്യംകരണം കുറ്റകൃത്യമായി മാറും. കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് 900-ലേറെ ABC കേന്ദ്രങ്ങളാണ്. വ്യവസ്ഥകൾ പാലിച്ച് ബാക്കിയായത് വെറും 30 എണ്ണം മാത്രമാണ്. ബാക്കിയെല്ലാം പൂട്ടേണ്ടി വന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് സെൻസസ് റിപ്പോർട്ട് 2019 പ്രകാരം 10,000 ആളുകൾക്ക് കേരളത്തിൽ 80 തെരുവ് നായ്ക്കൾ എന്നാണ് കണക്ക്. 10,000 ആളുകൾക്ക് കർണാടകത്തിൽ 163 തെരുവ് നായ്ക്കളാണ്. 10,000 ആളുകൾക്ക് ഗുജറാത്തിൽ 132 തെരുവ് നായ്ക്കളാണ്. 10,000 ആളുകൾക്ക് ഗോവയിൽ 183 തെരുവ് നായ്ക്കളുമുണ്ട്. അതായത് ഇത് കേരളത്തിലെ മാത്രം സ്ഥിതി അല്ല. ഇനി പട്ടികടിയുടെ കണക്കെടുത്താൽ കേരളത്തിൽ 10 ലക്ഷം ആളുകളിൽ പ്രതിവർഷം 1470 പേർക്ക് പട്ടിയുടെ കടിയേൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ 10 ലക്ഷം ആളുകളിൽ പ്രതിവർഷം 2731 പേരെ പട്ടി കടിക്കുന്നു. ഗോവയിൽ 10 ലക്ഷം ആളുകളിൽ പ്രതിവർഷം 2107 പേരെ പട്ടി കടിക്കുന്നുണ്ട്. ഗുജറാത്തിൽ 10 ലക്ഷം ആളുകളിൽ പ്രതിവർഷം പട്ടികടി ഏൽക്കുന്നത് 2732 പേർക്കുമാണ്. സനീഷ്, ഇതാണ് വിശദമായ വിവരങ്ങൾ. എന്തായാലും ഏറ്റവും സങ്കടകരമായ ഒരു മരണം തന്നെയാണ് ഈ പേവിഷബാധയേറ്റ് മരിക്കുക എന്നുള്ളത്. അതും കൊച്ചു കുട്ടികൾക്ക് നിരന്തരമായി അങ്ങനെ പേവിഷബാധ ഏൽക്കുന്നു, പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാതെ ആ കുട്ടികൾ മരണത്തിന് കീഴടങ്ങുന്നു. അതെല്ലാം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന പരിപാടി അല്ല ഇത്. ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവനും ഇതുതന്നെയാണ് സ്ഥിതി എന്ന് നമുക്കങ്ങനെ ലഘൂകരിച്ച് പറഞ്ഞു പോകാനും ആവില്ല. കാരണം ഇന്ത്യയുടെ പൊതു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മളെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിലും. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ നിയന്ത്രണത്തിന് വേണ്ട കർശനമായ നടപടികളിലേക്ക് നമ്മൾ പോകണ്ടേ? നിശ്ചയമായിട്ടും ഇനിയും ഒരുപാട് കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ലോകത്ത് തന്നെ ഇത്തരം മരണങ്ങൾ ആകെ നടക്കുന്നതിൽ 3/1 ഇന്ത്യയിലാണ് എന്നൊരു കണക്ക് കൂടെ ഞാൻ ഇതിനകത്ത് കണ്ടില്ല. 3/1 ഇന്ത്യയിലാണത്തെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾക്ക് നമ്മുടെ ഈ പട്ടികളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്തോ ഒരു പിഴവുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ തെരുവ് പട്ടികൾ ഉണ്ടാക്കുന്ന വലിയ, ഇപ്പോൾ ഹർഷൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ആ അമ്മയുടെ കരച്ചിൽ കണ്ടാൽ സഹിക്കില്ല. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ആ കുഞ്ഞ് അനിയനോ ചേട്ടനോ ഈ കുട്ടിയുടെ സഹോദരൻ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല, അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. ആ നിലക്കുള്ള ഈ ഏറ്റവും വേദനാകരമായിട്ടുള്ള മരണമാണ്, ഏറ്റവും ഭീതിപ്പെടുത്തുന്ന മരണമാണ്. നമ്മളത് വായിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിലോ മറ്റോ പഠിക്കാനുണ്ടായിരുന്നതാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകൾ എന്ന നോവലിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനത് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ നോവലാണ് എന്തായാലും. അതിനകത്ത് ഈ ഒരു സംഭവമുണ്ട്. ഒരു കുട്ടി പട്ടികടിയേറ്റ് മരിച്ചിട്ട് പേപ്പട്ടി വിഷബാധയേറ്റ് മരിക്കുന്നതിൻ്റെ അതിദയനീയമായിട്ടുള്ള പേടിപ്പെടുന്ന ചിത്രീകരണമുണ്ട്. അത് പക്ഷേ ആ കാലത്ത് അതിനുശേഷമൊന്നും അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ, അതും തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ 3 കുട്ടികളുടെ കണക്ക് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള, മറ്റുള്ളവരെ പേടിപ്പെടുത്തുന്ന, ആ കുട്ടിയുടെയും ഉമ്മയുടെയും ഒക്കെ മനസ്സിൽ എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നത്. 2030 ഇത്തരം മരണങ്ങൾ, പേപ്പട്ടി വിഷബാധയായിട്ടുള്ള മരണങ്ങൾ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായിട്ട് ലോകാരോഗ്യ സംഘടന അടക്കമുള്ള ആളുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ വന്നാൽ മരിച്ചു പോകും, ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഉറപ്പായിട്ടും മരിക്കും എന്ന് ഇതുപോലെ ഉറപ്പിക്കാവുന്ന മറ്റൊരു വൈറസ് രോഗബാധയുമില്ല. അപ്പോൾ ഇതിനകത്ത് പട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടേ, അല്ലെങ്കിൽ ഇതുപോലുള്ള നേരത്തെ കാണിച്ചതുപോലുള്ള കർക്കശമായ നിയന്ത്രണങ്ങൾക്കകത്തൂടെയല്ലേ അതിൻ്റെ ഈ പ്രജനന നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ പോകേണ്ടത്, ഓപ്പറേഷനൊക്കെ പോകേണ്ടതെന്ന് ചോദിച്ചാൽ അതിനൊന്നും തടയേണ്ടതില്ല. പക്ഷേ പട്ടികളെയാണോ കുട്ടികളെയാണോ സംരക്ഷിക്കേണ്ടത്, മനുഷ്യനെയാണോ സംരക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മനുഷ്യനെയാണ്. നിശ്ചയം
മായിട്ടും പറയാം, പട്ടികളെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് എന്ന് തന്നെ നമ്മളതിനെ കാണണം. അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ, നമ്മുടെ പൊതുസ്ഥലത്ത് നിന്ന് ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അത് ശാസ്ത്രീയമായിട്ടും നിയമങ്ങൾക്ക് വഴങ്ങിയിട്ടും തന്നെയാണെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ പട്ടികടി ഏൽക്കാതിരിക്കാനുള്ള നല്ല ജാഗ്രത ആളുകൾക്കെല്ലാം ഉണ്ടാകണം. നാട്ടുകാരാകെ തന്നെയും ഒരു സൊസൈറ്റി ആയിട്ടെന്ന നിലയിൽ ഉണർന്നെഴുന്നേറ്റ് നിന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മുടെ കുട്ടികൾ റോഡിലൂടെ പോകുമ്പോൾ എത്രയെത്ര CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് പട്ടി ചാടി ആക്രമിക്കുക. അപ്പോൾ ഇത് കുട്ടികളായതുകൊണ്ട് ആക്രമിക്കാൻ എളുപ്പത്തിൽ പറ്റും. ഇതൊരു കടിയേറ്റാൽ തന്നെ നേരെ തലയിലും കവിളിലുമാണ് പോയി കൊള്ളുക. ഉടനടി ഈ വൈറസ് തലച്ചോറിലും മറ്റും കയറിയിട്ട് ആകെ അപകടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലിയ മുതിർന്ന ആളുകളെ അങ്ങനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അപ്പോൾ പൊതുസമൂഹമാകെ തന്നെ ഉണർന്നെഴുന്നേറ്റ് ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് കണ്ടിട്ട് അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് ശാസ്ത്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ മതി. പക്ഷേ ഈ തെരുവിലുണ്ടാകുന്ന പട്ടികളെ മുഴുവൻ എല്ലാ കാലത്തേക്കും സംരക്ഷിക്കണമെന്ന നിലപാടിലേക്കൊന്നും പോകാനേ പാടില്ല. പട്ടികളല്ല, കുട്ടികളും മനുഷ്യരുമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന നല്ല ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത് വീട്ടിനകത്തെ പട്ടികളാണെങ്കിൽ തന്നെയും അതിനെ ഈ നമ്മുടെ വെറ്ററിനറി ഡോക്ടർമാരും മറ്റ് സംവിധാനങ്ങളും ഒക്കെ പറയുന്ന രീതിക്കകത്തുകൂടെ കൊണ്ടുപോയിട്ട് ഈ കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകണം. വേണ്ട ഇഞ്ചക്ഷൻ എല്ലാം എടുത്ത് വാക്സിനേഷൻസ് എല്ലാം എടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. ഈ തെരുവ് പട്ടികളെ വളർത്തണം എന്ന് അഭിപ്രായമുള്ള ആളുകൾ കൃത്യസമയത്ത് അതിനെ കൊണ്ടുപോയി വാക്സിനേഷൻ കൊടുത്ത് അതിനെ അവരവരുടെ കസ്റ്റഡിയിൽ വളർത്തുകയും മറ്റും വേണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരൊറ്റ കാര്യം കൂടെ, ഈ ഇത്തരം സന്ദർഭങ്ങളിലാണ് വാക്സിനേഷനെ കുഴപ്പങ്ങൾ പറഞ്ഞും വാക്സിൻ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരിക. ഇതിപ്പം 3 കുട്ടികളും മരിച്ച ആളുകൾ വാക്സിനേഷൻ എടുത്തതായിരുന്നു. അതിനുശേഷം തന്നെ മരണമുണ്ടായി എന്നത് ആ തരത്തിലുള്ള ചർച്ചകൾക്ക് ഉയർന്നു വരാൻ കാരണമാകും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മുടെ സംവിധാനങ്ങൾ പരിശോധിക്കട്ടെ. ഒരുപക്ഷേ ആ നിലയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർമാരും ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത്. നമ്മളത് വിശ്വസിക്കുക. പക്ഷേ അത്തരം പഴുതുകൾ കൂടെ അടക്കുന്ന, അത്തരം പഴുതുകളില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളിലേക്ക് സംവിധാനങ്ങൾ പോകണം. അതിഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഇതിനെ സംസ്ഥാന സർക്കാരും നാട്ടുകാരാകുകയും കാണണമെന്നാണ് ഈ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. തീർച്ചയായും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒന്ന്, ഇത് മനുഷ്യൻ ഈ നൊമാഡിക് ഏജ് മുതൽ മനുഷ്യൻ്റെ കൂടെയുള്ള ഒരു സംഗതി ഒരാളാണ് പട്ടി. അപ്പോൾ ഈ നായയെ ഈ പരുവത്തിലാക്കിയെടുത്തതും മനുഷ്യനാണെന്നാണ് പറയുന്നത്. ചെന്നായ് വർഗ്ഗത്തിൽ നിന്ന് നായയെ ഈ രീതിയിൽ പരുവപ്പെടുത്തിയെടുത്തത് മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു വിഭാഗമാണ് ഇപ്പോഴത്തെ നായ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നതാണ് ഇഷ്ടം, മനുഷ്യൻ ജീവിക്കുന്ന പരിസരത്ത് ജീവിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ സ്വാഭാവികമായും അതിനെ എളുപ്പത്തിൽ അങ്ങ് കൈകാര്യം ചെയ്യാനും പറ്റില്ല. ഒരു 15 ഇരട്ടി മനുഷ്യൻ്റെ ഉൽപ്പാദനശേഷിയേക്കാൾ 15 ഇരട്ടി പ്രത്യുൽപാദനശേഷി ഉണ്ട് നായ്ക്കൾക്കാണെന്നാണ് പറയുന്നത്. ഒരൊറ്റ പ്രസവത്തിൽ 6 മുതൽ 8 നായ്ക്കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവും. അപ്പം നമ്മളുടെ ഒരു പ്രശ്നം ഇത് ഏതാണ്ട് 94 വരെ കൂട്ടക്കുരുതിയായിരുന്നു. നായ്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെ നിയന്ത്രിക്കാനായിട്ട്. പക്ഷെ അത് ശാസ്ത്രീയമല്ല, അത് ഒരു മനുഷ്യത്വപരമല്ല ആ നടപടി എന്നുള്ളതും മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം ചെയ്യുന്നില്ല എന്നും കണ്ടതുകൊണ്ടാണ് ഈ പറയുന്ന വന്ധ്യംകരണം എന്നുള്ളതിലേക്ക് പോയത്. പക്ഷെ അത് ശാസ്ത്രീയമായി ചെയ്യണമെങ്കിൽ ഈ നിബന്ധനകൾ മുഴുവൻ പാലിച്ചുകൊണ്ട് അത് വന്ധ്യംകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴുള്ള റൂൾസ് അനുസരിച്ച് പേപ്പട്ടിയെ പോലും കൊല്ലാൻ പറ്റില്ല. ഒരു പേപ്പട്ടിക്ക് പേ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ കാത്തിരുന്ന് 10 ദിവസം കൊണ്ട് അതിൻ്റെ പേയൊക്കെ അത് സ്വാഭാവികമായ മരണത്തിലേക്ക് അത് പോകുമല്ലോ, അതുവരെ കാത്തിരിക്കാനാണ് പറയുന്നത്. അതുപോലെ അങ്ങനെ വിചിത്രമായി റൂൾസ് അശാസ്ത്രീയമായ കാര്യമാണ്. അതേസമയം ഇപ്പോൾ തമിഴ്നാട്ടിൽ, ഇപ്പോൾ ചെന്നൈയിലൊക്കെ ഇതിനെ നിയന്ത്രിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ചെന്നൈയിലും അങ്ങനെ ചില പ്രദേശങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ വളരെ കുറച്ച് ഭാഗത്തെ ആ കാര്യത്തിൽ കാര്യക്ഷമമായ നിയന്ത്രണം നടന്നിട്ടുള്ളൂ. അത് ഈ പറയുന്ന വന്ധ്യംകരണം തന്നെ തുടർച്ചയായി 10 വർഷം ചെയ്യണം അത്രേ ഒരൊറ്റ പ്രദേശത്ത്. അപ്പോൾ അത് ഇത്ര എളുപ്പത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമില്ല. പക്ഷേ വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞ പക്ഷം നമ്മൾ ഇത്രയും പരിഷ്കൃത സമൂഹമാണെന്ന് പറയുമ്പോൾ ഈ പേപ്പട്ടികളുടെ കടിച്ചുള്ള മരണത്തിന് ആളുകളെ വിട്ടുകൊടുക്കുന്നത് അത് ചേർന്ന ഒരു സംഗതിയല്ല, പ്രത്യേകിച്ച് കുട്ടികളെ. ഈ പൊന്നോമനയുടെ ചേതനയേറ്റ ശരീരത്തിൽ അവസാനമായൊന്ന് തൊടാനോ അവസാനമായി അവളെ ഒന്ന് മുത്താനോ പോലും നിയയുടെ അമ്മയ്ക്കായിട്ടില്ല. ആ മാതാപിതാക്കളുടെ വിലാപമാണ് ഈ ദിവസം അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ തികട്ടി നിൽക്കുന്നത്. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ 3 ലക്ഷത്തോളം തെരുവ് നായ്ക്കളുണ്ട്. നമ്മുടെ രാജ്യത്ത് തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കാൻ നിയമമില്ല. തെരുവ് നായ്ക്കളെ ഒട്ടാകെ വന്ധ്യംകരണം നടത്തുക എന്നത് പ്രായോഗികമായി നടപ്പാക്കാനാവാത്ത അത്ര വലിയ ഹെർക്കൂലിയൻ ദൗത്യവുമാണ്. കൂടുതൽ ABC കേന്ദ്രങ്ങൾ തുടങ്ങുക, സഞ്ചരിക്കുന്ന ABC കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നിവയൊക്കെയാണ് ഉടനടി സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ തെരുവു നായ്ക്കളെ ദയാവധം നടത്തുന്നതിനായി നിയമവും ചട്ടവും പരിഷ്കരിക്കുക എന്നത് മാത്രമാണ് ശരിയായ പരിഹാരം എന്നും
കരുതേണ്ടതുണ്ട്. നായ ഒരു വന്യജീവിയല്ല, പ്രകൃതിയിൽ സ്വാഭാവികമായി വളർന്നു വികസിച്ച മൃഗമല്ലത്. മനുഷ്യപരിണാമത്തിൻ്റെ നാൾ വഴിയിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിനായി സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ സൃഷ്ടിച്ച ഒരു മൃഗമാണ് നായ. എന്നിരുന്നാലും തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് ക്രൂരമല്ലേ എന്ന് ചോദിച്ചാൽ അതെ. നായ്ക്കളെ തെരുവിൽ ഇറക്കി വിടുന്നത്, അനിയന്ത്രിതമായി പെറ്റുപെരുകാൻ അനുവദിക്കുന്നത് അവയോടുള്ള ക്രൂരതയാണ്. എന്നാൽ ചില നേരം തെരുവ് നായ്ക്കളുടെ ദയാവധം നടപ്പാക്കാത്തത് മനുഷ്യനോടുള്ള ക്രൂരതയാണെന്ന് കൂടി RDXന് കരുതേണ്ടി വരുന്നു. അടുത്ത വിഷയത്തിലേക്ക്.